Hello, question വായിച്ചു നോക്കുക. In a city, the daily consumption of milk is excess of 20,000 gallons. ഒരു സിറ്റിയിൽ ഡെയിലി 20,000 ഗാലോൺസിലധികം മിൽക്ക് യൂസ് ചെയ്യും. അപ്പോൾ എക്സസ് ഓഫ് 20,000 ഗാലോൺസ് 20,000 ഗാലോൺസിൽ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ മിൽക്ക് ഡെയിലി കൺസപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. ലെറ്റ് എക്സ് ഫോളോസ്. ഇവിടെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഈസ് അപ്രോക്സിമേറ്റ്ലി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 3,000 ഗാലോൺസ്. മീൻ പറയുന്നുണ്ട് 3,000 ഗാലോൺസ് എന്ന്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ആദ്യം എന്ത് എഴുതാം? ലെറ്റ് എക്സ് ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഇവിടെ എന്താണ്? ഈ എക്സ് ആണ് റാൻഡം വേരിയബിൾ. ഈ എക്സ് എന്താണ് പറയുന്നത്? എക്സസ് ഓഫ് മിൽക്ക് ആണ് പറയുന്നത്. ഡിനോട്ട് the daily consumption of excess milk. അപ്പം ഡെയിലി ഒരു 20,000 അധികം, ആ അധികമുള്ള മിൽക്കിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. 20,000 അധികം ഡെയിലി കൺസപ്ഷൻ ഓഫ് മിൽക്ക് ഉണ്ട്. അപ്പൊ ഈ 20,000 അധികമുള്ള എക്സ് ആണ്, അതാണ് റാൻഡം വേരിയബിൾ എക്സസ് മിൽക്ക്. അതാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ വിത്ത് പാരാമീറ്റർ ലാംഡ. ഇനി പറയുന്നത് y എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് y ഡിനോട്ട് ഡെയിലി കൺസപ്ഷൻ ഓഫ് മിൽക്ക്. y ആണ് ഡെയിലി ഉള്ള ചെലവ് മിൽക്ക്. അപ്പൊ ഈ y എന്താണ്? ഈ y എന്ന് പറഞ്ഞാൽ 20,000 അധികമാണ്. 20,000 പ്ലസ് എക്സ് ആണ്. ഈ അധികം ഉള്ളതാണ് എക്സ്. അപ്പം y എന്താണ്? y ആണ് ഡെയിലി കൺസപ്ഷൻ ഓഫ് മിൽക്ക്. y എന്ന് പറയുന്നത് 20,000 പ്ലസ് എക്സ് ആണ്. എക്സ് ആണ് അധികമുള്ളത്. ആ എക്സ് ആണ് റാൻഡം വേരിയബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ വരുന്നത്. ഇനി എന്ത് പറയുന്നുണ്ട്? മീൻ അറിയാം. മീൻ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ 1/λ ആണ്. 1/λ ആണ് 3,000. അപ്പൊ ലാംഡ എന്താണ്? 1/3,000. നമ്മൾ ലാംഡ വരെ കണ്ടുപിടിച്ച് വെച്ചു. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത് വായിച്ചു നോക്കൂ. The city has a daily stock of 35,000 gallons. ഡെയിലി 35,000 ഗാലോൺസിന്റെ ഒരു സ്റ്റോക്ക് ഉണ്ട് സിറ്റിയിൽ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 2 days സെലക്ടഡ് അറ്റ് റാൻഡം ദി സ്റ്റോക്ക് ഈസ് ഇൻസഫിഷ്യന്റ് ഫോർ ബോത്ത് ഡേയ്സ്? നമ്മൾ റാൻഡം ആയിട്ട് 2 days സെലക്ട് ചെയ്തു. ഏതെങ്കിലും 2 days റാൻഡം ആയിട്ട് ചൂസ് ചെയ്തപ്പോഴത്തേക്ക് ഈ 2 daysലും സ്റ്റോക്ക് ഇൻസഫിഷ്യന്റ് ആവുക, അതിനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്റ്റോക്ക് ഇൻസഫിഷ്യന്റ് ആവുക എന്ന് പറഞ്ഞാൽ? 35,000 ഗാലോൺസിന്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഡെയിലി കൺസപ്ഷൻ y എന്ന് പറയുന്നത് അതിനേക്കാളും കൂടിയിരിക്കണം, എന്നാലല്ലേ ഇൻസഫിഷ്യന്റ് ആവുന്നത്. 35,000 ഗാലോൺസിന്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ എന്താണ് സ്റ്റോക്ക് ഇൻസഫിഷ്യന്റ് ആവുക എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി എന്താണ്? പ്രോബിലിറ്റി ഓഫ് സ്റ്റോക്ക് ഈസ് ഇൻസഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെയിലി കൺസപ്ഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് y ഗ്രേറ്റർ ദാൻ 35,000 ആയിരിക്കണം. 35,000 സ്റ്റോക്ക് ഉണ്ട്. ആ 35,000 അധികമാണ് ഡെയിലി കൺസപ്ഷൻ എങ്കിൽ സ്റ്റോക്ക് ഇൻസഫിഷ്യന്റ് ആകും. അപ്പൊ പ്രോബിലിറ്റി ഓഫ് y ഗ്രേറ്റർ ദാൻ 35,000 എന്താണ്? y എന്ന് പറയുന്നത് 20,000 പ്ലസ് എക്സ് ആണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് 20,000 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 35,000. ഇതെങ്ങനെ എഴുതും? ബൈ മെമ്മറിലെസ് പ്രോപ്പർട്ടി 35,000. ബൈ മെമ്മറിലെസ് പ്രോപ്പർട്ടി എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ, ഈ നമ്പറിന്റെ ഡിഫറൻസ് എഴുതിയ പോലെ 20,000ന്റെയും 35,000ന്റെയും ഡിഫറൻസ് എന്താണ്? 15,000. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 15,000. ഇതിനെ എങ്ങനെ എഴുതാം? ഇതെന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? e raised to minus lambda x എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്ത് വരും? e raised to minus lambda into 15,000 അല്ലേ? അതായത് e raised to minus 15,000. ലാംഡയുടെ വാല്യൂ എന്താണ്? 1/3,000. അപ്പോൾ എന്ത് വരും? e raised to minus 5 എന്ന് വരും. അപ്പോൾ ഒരു ദിവസം സ്റ്റോക്ക് ഇൻസഫിഷ്യന്റ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് e raised to minus 5. എന്താണ് പറയുന്നത്? 2 ദിവസം എടുക്കുമ്പോഴത്തേക്ക് ഈ 2 ദിവസവും സ്റ്റോക്ക് ഇൻസഫിഷ്യന്റ് ആവുക എന്നാണ്. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് സ്റ്റോക്ക് ഈസ് ഇൻസഫിഷ്യന്റ് ഫോർ ബോത്ത് ദ ഡേയ്സ്. സ്റ്റോക്ക് ഈസ് ഇൻസഫിഷ്യന്റ് for both the days. 2 ദിവസവും സ്റ്റോക്ക് ഇൻസഫിഷ്യന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് എന്താണ്?
ഒരു ദിവസം ഇൻസഫിഷ്യന്റ് ആവുള്ള പ്രോബിലിറ്റിയാണ് e⁻⁵. അടുത്ത ദിവസവും പ്രോബിലിറ്റി e⁻⁵ തന്നെ. 2 ദിവസവും ഇൻസഫിഷ്യന്റ് ആവുക എന്ന് പറഞ്ഞാൽ e⁻⁵ ഇൻറ്റു e⁻⁵ ആണ്. എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ അതാണ് ആൻസർ. അതായത് e⁻⁻10 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റർ നമുക്ക് കണ്ടുപിടിക്കുക. ആൻസർ ആയി. അപ്പോൾ ക്വസ്റ്റ്യന്റെ ലെങ്ത് കണ്ട് പേടിക്കേണ്ട. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഡാറ്റ കളക്ട് എളുപ്പമായിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന്. പിന്നെ മീൻ പറയുന്നുണ്ട് 3000 ആണെന്ന്. അപ്പൊ ലാംഡ കിട്ടി. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. അടുത്തൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് ഫോളോസ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പ്രോബിലിറ്റി ഓഫ് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇത് ഗിവൺ കണ്ടീഷൻ ആണ്. ഇത് വച്ചിട്ട് നമുക്ക് ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പാരാമീറ്റർ ലാംഡ മാത്രമാണ്. എന്ത് വരും? ഇതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയാം. എക്സ് അല്ല, തിരിച്ച് എക്സ് ഗ്രേറ്റർ ദാൻ 1. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ എന്ത് എഴുതാം? 1 ഈക്വൽ ടു ഇതും കൂടെ അപ്പുറത്ത് പോകുമ്പോൾ 2 ടൈംസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? എന്താണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻⁻ ആണ്. അപ്പൊ എന്ത് വരും? 1/2 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻⁻ ഇൻറ്റു 1 എന്നല്ലേ? e⁻⁻ എന്നല്ലേ? ഇതേപോലെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ e⁻⁻ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? e⁻⁻. അപ്പൊ e⁻⁻ എന്താണ്? e⁻⁻ ആണ് 1/2. അങ്ങനെയാണെങ്കിൽ e⁻⁻ എത്രയാണ്? അതിന്റെ ഇൻവേഴ്സ് ആണ് 2. അപ്പൊ ലാംഡ എന്താണ്? ലോഗ് എടുത്താൽ മതി, ലോഗ് 2. അപ്പൊ ലാംഡയുടെ വാല്യൂ എന്താണ്? ലോഗ് 2 ആണ്. പാരാമീറ്റർ ലാംഡ ലോഗ് 2 ആണ്. എന്ത് കണ്ടുപിടിക്കണം? മീനും വേരിയൻസും. എന്താണ് മീൻ എന്ന് പറഞ്ഞാൽ? മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് മീൻ എന്താണ്? 1/λ ആണ്. അപ്പൊ 1/log 2. 1/log 2. വേരിയൻസ് എന്താണ്? 1/λ² ആണ്. ഫോർമുല ഓർക്കുക. 1/λ² ആണ്. 1/log 2ന്റെ സ്ക്വയർ ആണ്. മീനും വേരിയൻസും കിട്ടിക്കഴിഞ്ഞ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. മീൻ പറയുന്നുണ്ട് 1 ഇയർ. എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോഴേ? മീൻ എന്ന് പറഞ്ഞാൽ 1/λ ആണ്. 1/λ ആണ് 1 ഇയർ. അപ്പൊ ലാംഡയും 1 തന്നെയാണ്. എന്താണ്? ദി ലൈഫ് ടൈം ഓഫ് ആൻ ഇലക്ട്രോണിക് കമ്പോണന്റ് ഈസ് ആൻ എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ വിത്ത് മീൻ 1 ഇയർ. അപ്പൊ എന്ത് പറയാം? എക്സ് ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. മീൻ 1/λ ആയതുകൊണ്ട് എന്താണ്? അത് 1 ആണ്. അപ്പൊ ലാംഡ 1 കിട്ടി. എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ ലൈഫ് ടൈം എൽ. ലൈഫ് ടൈം എൽ കണ്ടുപിടിക്കണം. വിച്ച് ടിപ്പിക്കൽ കമ്പോണന്റ് 60% സർട്ടൺ ടു എക്സിഡ്. അതായത് ലൈഫ് ടൈം എൽ കവർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 60% ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള എൽ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൽ. ലൈഫ് ടൈം എൽ കവർ ചെയ്യാനുള്ള ഒരു ടിപ്പിക്കൽ കമ്പോണന്റ് എക്സ്. ഒരു ടിപ്പിക്കൽ കമ്പോണന്റ് ലൈഫ് ടൈം എൽ കവർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 60% ആണ്. 60% എന്ന് പറഞ്ഞാൽ എന്താണ്? 60/100 0.60. ഇങ്ങനെ വരാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ എല്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എല്ല് ഇത് ലൈഫ് ടൈം എൽ കവർ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് 0.60. അങ്ങനെയാണെങ്കിൽ ആ ലൈഫ് ടൈം എല്ല് കണ്ടുപിടിക്കണം. എന്താണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൽ എന്ന് പറഞ്ഞാൽ? e⁻⁻ അല്ലേ? നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്നത് e⁻⁻x അല്ലേ? അത് വെച്ച് എന്താണ്? e⁻⁻l ഈക്വൽ ടു 0.60. അങ്ങനെയാണെങ്കിൽ ലാംഡ നമുക്കറിയാം 1 ആണെന്ന്. ലാംഡ അറിയാമല്ലോ 1 ആണെന്ന്. അപ്പൊ e⁻⁻l ആണ് 0.60. അങ്ങനെയാണെങ്കിൽ e⁻l എത്രയാണ്? 1/0.60. അപ്പൊ l എത്രയാണ്? ലോഗ് എടുത്താൽ മതി. അതായത് ln 1/0.60. അതിന്റെ വാല്യൂ കിട്ടുന്നത് 0.5 ആണെന്ന് കിട്ടും. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 0.5 ആണെന്ന് കിട്ടി. അതാണ് ലൈഫ് ടൈം. ഈ ടിപ്പിക്കൽ കമ്പോണന്റ് 60% വരാനുള്ള ഉള്ള ലൈഫ് ടൈം എന്താണ്? 0.5 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ലെങ്തിയാണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്.
മീൻ എന്താണ് 12 hours ആണ്. മീൻ എന്ന് പറയുന്നത് 1/λ ആണ്. അതാണ് 12 hours. അപ്പൊ ലാംഡ എന്താണ് 1/12 ആണ്. ഈ എന്ന് പറയുന്നുണ്ട് ലൈഫ് ടൈം എക്സ് ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഇതാണല്ലോ ക്വസ്റ്റ്യൻ വായിച്ചോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ മെഷീൻ വിൽ വർക്ക് കണ്ടിന്യൂസ്ലി ഫോർ 1 day. ഈ മെഷീൻ ഒരു ദിവസം ഫുള്ളായിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഒരു ദിവസം ഫുള്ളായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 24 hour കവർ ചെയ്യണം. എന്താണ് പ്രോബിലിറ്റി ഓഫ് 1 ഗ്രേറ്റർ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 24 അല്ലേ? 24 hour കവർ ചെയ്യണം. 1 day കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 24 hour കവർ ചെയ്യണം. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 24 അത് കഴിയണം. അതിനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 24 എന്ന് പറഞ്ഞാൽ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ e⁻ ആണ്. അപ്പൊ എന്ത് വരും? e⁻ എന്ന് വരും. ലാംഡയുടെ വാല്യൂ നമുക്കറിയാം 1/12 ആണ്. അപ്പൊ എന്ത് വരും? e⁻24/12 എന്നാണ്. അപ്പൊ e⁻1/2 എന്ന് കിട്ടി. (1/2) അല്ല, e⁻². e⁻² എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കാൽക്കുലേറ്റർ നോക്കുക, വാല്യൂ കണ്ടുപിടിച്ച് എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സപ്പോസ് ദ മെഷീൻ ഹാസ് നോട്ട് ഫെയിൽഡ് ബൈ ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടും ഈ മെഷീൻ ഫെയിൽ ആയില്ല. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ വർക്ക് ഫോർ ദ ഹോൾ ഓഫ് ദ നെക്സ്റ്റ് ഡേ? അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തു, ഫെയിൽ ആയില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ദിവസം കൂടെ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ 24 hour കഴിഞ്ഞു, വീണ്ടും ഒരു 24 hour കൂടെ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 48 hour കഴിയണം എന്നല്ലേ? അപ്പൊ രണ്ടാമത്തെ എന്ത് വരും? കണ്ടോ, ക്വസ്റ്റ്യൻ മാത്രമാണ് ലെങ്തി, ആൻസർ വളരെ ചെറുതാണ്. ക്വസ്റ്റ്യൻ മാത്രമാണ് വലുത്. എന്താണ് പറയുന്നത്? ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞു, വീണ്ടും ഒരു ദിവസം കൂടെ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 48 hour ഇതാണ് ചോദിക്കുന്നത്. കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഗിവൺ 24 hour കഴിഞ്ഞു, എക്സ് ഗ്രേറ്റർ ദാൻ 24, ഇതാണ് കണ്ടീഷൻ. ഇങ്ങനെയല്ലേ എഴുതേണ്ടത്? അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് വർക്ക് ചെയ്തു, 24 hour കഴിഞ്ഞു, വീണ്ടും ഒരു ദിവസം കൂടി വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 48 hour കഴിയാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 48. അത് മാത്രമല്ല കണ്ടീഷൻ എന്താണ്? ഗിവൺ ആൾറെഡി 24 കഴിഞ്ഞു എന്നുള്ളത് വേണ്ടേ? ആൾറെഡി 24 കഴിഞ്ഞു. ഇതെന്താണ്? നമ്മുടെ മെമ്മറിലെസ് പ്രോപ്പർട്ടി എഴുതാം. എന്താണ്? ബൈ യൂസിങ് മെമ്മറിലെസ് പ്രോപ്പർട്ടി പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈ 48ന്റെയും 24ന്റെയും ഡിഫറൻസ് എഴുതിയ പോരെ? അപ്പൊ എന്ത് വരും? 24. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 24 എന്ന് പറയുന്നത് എന്താണ്? e⁻λ⁴ അല്ലേ? ലാംഡയുടെ വാല്യൂ എന്താണ്? 1/12 ആണ്. അപ്പം വീണ്ടും e⁻² തന്നെ കിട്ടും. സെയിം പ്രോബിലിറ്റി തന്നെയാണ് കിട്ടിയത്. കണ്ടോ, ക്വസ്റ്റ്യൻ മാത്രമാണ് ലെങ്തി, ആൻസർ വളരെ ചെറുതാണ്, കുറച്ചൊക്കെ ഉള്ളൂ ആൻസർ. വീണ്ടും ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. എന്ത് പറയുന്നുണ്ട്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, പാരാമീറ്റർ ലാംഡയോ അറിയാം. എന്താണ്? എക്സ് ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ലാംഡ പറയുന്നുണ്ട് 1/2 എന്ന്. എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് റിപ്പയർ ടൈം എക്സീഡ്സ് 2 hour എന്ന് പറയുമ്പോൾ എന്താണ്? എക്സീഡ്സ് 2 hour. 2 മണിക്കൂർ കഴിയുമെന്ന് പറയുമ്പോൾ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നേ ഉള്ളൂ. ഇതെന്ത് വരും? e⁻λ² അല്ലേ? അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്നത് e⁻λx ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? e⁻λ². ലാംഡയുടെ വാല്യൂ എന്താണ്? 1/2 ആണ്. അപ്പൊ എന്ത് വരും? e⁻²/2 എന്നാണ്. അപ്പൊ e⁻−1 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ നോക്കി വാല്യൂ കണ്ടുപിടിക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. രണ്ടാമത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സീഡ്സ് 5 hours എന്ന് പറയുമ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇതെന്ത് വരും? e⁻−λ5 ആണ്. ലാംഡയുടെ വാല്യൂ 1 ആണ്. അപ്പൊ e⁻−5 എന്ന്, ലാംഡയുടെ വാല്യൂ 1/2 ആണ്. അപ്പൊ e⁻−5/2 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ നോക്കുമ്പോഴത്തേക്ക് 0.082 എന്ന ആൻസർ കിട്ടും. അല്ല, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. The lifetime in hours required to repair a machine is exponential distribution with parameter ലാംഡയും പറയുന്നുണ്ട്. അപ്പൊ ആദ്യം എന്ത് എഴുതണം? എക്സ് ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ലാംഡ എത്രയാണ്? 1/20. എന്താണ് ചോദിച്ചിരിക്കുന്നത്?
വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ റിപ്പയർ ടൈം ഫസ്റ്റ് പറയുന്നത് എക്സീഡ്സ് 30 അവേഴ്സ്. ഫസ്റ്റ് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് റിപ്പയർ ടൈം എക്സീഡ്സ് 30 അവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 30. ഇതുപോലെ പ്രോബിലിറ്റി ഓഫ് റിപ്പയർ ടൈം ഗ്രേറ്റർ ദാൻ 30 അവർ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 30 ആണ്. ഇതെങ്ങനെ എഴുതാം? നമ്മുടെ ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 30 എന്ന് എഴുതിയ പോലെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 30 ആണ്. ലാംഡയുടെ വാല്യൂ 1/20 ആണ്. കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് 3/2 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ നോക്കുമ്പോഴത്തേക്ക് 0.2231 എന്ന് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ രണ്ടാമത്തെ പിന്നെ ചെയ്യാം. ലാസ്റ്റ് എന്താണ് പറയുന്നത്? പ്രോബിലിറ്റി ഓഫ് റിപ്പയർ ടൈം അറ്റ്മോസ്റ്റ് 10 അവേഴ്സ്. റിപ്പയർ ടൈം അറ്റ്മോസ്റ്റ് 10 അവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം 10 അവേഴ്സ്. അപ്പൊ 10 അവറിനേക്കാളും കുറഞ്ഞിരിക്കണം. എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണ്. മാക്സിമം 10 വരെ. അപ്പൊ 10-നേക്കാളും കുറവായിരിക്കണം. അറ്റ്മോസ്റ്റ് 10 അവർ ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണ്. ഇതിനെ തിരിച്ചെഴുതുമ്പോൾ എന്താണ്? തിരിച്ചെഴുതുമ്പോഴത്തേക്ക് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10 ഇതല്ലേ? കാരണം ഇനി നമുക്ക് പഴയതുപോലെ എഴുതാൻ പറ്റും. എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്താണ്? അപ്പൊ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 10 അല്ലേ? ഇങ്ങനെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയത്. ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10. ഇതിനെ എങ്ങനെ എഴുതാം? ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 10. അതായത് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 10 ബൈ ലാംഡയുടെ വാല്യൂ എന്താണ്? 1/20. 10/20. അപ്പൊ നമുക്ക് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 1/2 എന്ന് കിട്ടും. അതിന്റെ വാല്യൂ ചെയ്ത് നോക്കുമ്പോൾ 0.3934 എന്ന് കിട്ടും. അതിന്റെ വാല്യൂ കിട്ടുന്നത് 0.3934 എന്നാണ്. ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ട്, സെക്കൻഡ് പാർട്ട്. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടുന്നത് 0.3934 എന്ന് കിട്ടി. ഇനി എന്താണ് വിളിക്കണം? പ്രോബിലിറ്റി ഓഫ് in between 16 hours and 24 hours. Repair time is in between 16 hours and 24 hours. എന്താണ്? പ്രോബിലിറ്റി ഓഫ് 16 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 24 എന്നാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇതുവരെ പഠിച്ചത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇന്റഗ്രേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഇന്റഗ്രൽ 16 to 24 ഇന്റഗ്രേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഇന്റഗ്രൽ 16 to 24 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഇനി എഫ് ഓഫ് എക്സ് വേണം. എഫ് ഓഫ് എക്സ് എന്താണ്? പി ഡി എഫ് ആണല്ലോ. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പാരാമീറ്റർ ലാംഡ എന്ന് പറയുന്നത് 1/20 ആണ്. അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണ് അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 0. അടുത്തെന്താണ്? 0 അതർവൈസ്. ഇതല്ലേ? അപ്പൊ എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡയുടെ വാല്യൂ 1/20 ആണ്. അപ്പൊ 1/20 ഇ റൈസ് ടു മൈനസ് 1/20 ഇൻറ്റു എക്സ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 0 അതർവൈസ്. ഇതാണല്ലോ നമ്മൾ PDF എഴുതി കഴിഞ്ഞു. അപ്പൊ ഇന്റഗ്രേറ്റീവ് എന്താണ്? ഇന്റഗ്രൽ 16 to 24 എഫ് ഓഫ് എക്സ് എന്താണ്? 1/20 ഇ റൈസ് ടു മൈനസ് x/20 dx. ഇന്റഗ്രേഷൻ ചെയ്യാം. 1/20 കോൺസ്റ്റന്റ് ആണ്, വെളിയിലാക്കാം. ഇ റൈസ് ടു എന്ത് വരും? ഇ റൈസ് തന്നെ വരും. ഇ റൈസ് ടു മൈനസ് x/20 ബൈ ഒരു മൈനസ് 1/20 കൂടെ താഴെ വരും. ലിമിറ്റ് 16 to 24 അല്ലേ? അപ്പൊ ഈ 20 വെട്ടിപ്പോയിട്ട് ഒരു -1 വരും. ഇത് നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പർ ലിമിറ്റ് 24 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് 24/20 മൈനസ് ഇ റൈസ് ടു മൈനസ് 16/20 ഇതല്ലേ? അതായത് -1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇതൊന്ന് വെട്ടി എഴുതുമ്പോൾ എന്ത് വരും? 12/10 5/2 ഇ റൈസ് ടു മൈനസ് 5/2 എന്ന് കിട്ടും. ഫൈനലായിട്ട് ആൻസർ കിട്ടുന്നത് 0.148 എന്ന് കിട്ടും. അതായത് ഇതെന്താണ്? 12/10 6/5 ഇ റൈസ് ടു മൈനസ് 6/5 മൈനസ് ഇ റൈസ് ടു മൈനസ് 4/5 ഇതിന്റെ വാല്യൂ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 0.148 എന്ന് ഫൈനൽ റിസൾട്ട് കിട്ടാം. അപ്പൊ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്.
The amount of time that a watch will run without have to be reset is a random variable having exponential distribution with mean 120. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, മീൻ 120 ആണ്. എന്ത് പറയുന്നുണ്ട്? ഒരു വാച്ച് അത് റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പേ അത് ഓടുന്ന എമൗണ്ട് ഓഫ് ടൈം, അതാണ് റാൻഡം വേരിയബിൾ എക്സ്. എക്സ് ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഒരു വാച്ച് റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഓടുന്ന എമൗണ്ട് ഓഫ് ടൈം, അതാണ് റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ലാംഡ പറയുന്നുണ്ട്, ലാംഡ മീൻ പറയുന്നുണ്ട്. മീൻ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ 1/λ ആണ്. 1/λ ആണ് 120. അപ്പൊ ലാംഡ എന്ത് വരും? ലാംഡ എന്ന് പറഞ്ഞാൽ 1/120. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് സച്ച് എ വാച്ച് വിൽ ഹാവ് ടു ബി സെറ്റ് ഇൻ ലെസ് ദാൻ 24 hours. 24 hours സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 24 hours ഇതിനെ റീസെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 24. 24 hours വെച്ച് ഈ വാച്ച് റീസെറ്റ് ചെയ്യണമെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 24 ആണ്. അപ്പൊ 24 hours വെച്ച് ഇതിനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 24 ആണ്. ഇതിനെങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 1 മൈനസ് എന്ന് പറഞ്ഞ് എഴുതാം. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 24. ഇങ്ങനെ എഴുതാമല്ലോ. എന്താണ് 1 മൈനസ്? ഇതിനെങ്ങനെ എഴുതാം? ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 24 ആണ്. ലാംഡയുടെ വാല്യൂ എന്താണ്? ലാംഡയുടെ വാല്യൂ 1/120 ആണ്. അത് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? വൺ മൈനസ് ഇ റൈസ് ടു മൈനസ് 24/120 വരും. ഇതിന്റെ വാല്യൂ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 0.1813 എന്ന് കിട്ടും. 0.1813 എന്ന് കിട്ടും. അടുത്തെന്താണ് പറയുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നോട്ട് ഹാവ് ടു ബി റീസെറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 180 days. 180 days വരെ ഇതിന് റീസെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? അപ്പൊ 180 days വരെ റീസെറ്റ് ചെയ്യുന്നില്ല. അപ്പൊ റീസെറ്റ് ചെയ്യണം എപ്പോഴാണ്? 180 days കഴിഞ്ഞിട്ടേ ഉള്ളൂ. 180 days വരെ റീസെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 180 days കഴിഞ്ഞിട്ട് റീസെറ്റ് ചെയ്യുന്നുള്ളതല്ലേ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 180 കഴിഞ്ഞിട്ട് അതിനെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ 180 days വരെ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ആ 180 days കഴിഞ്ഞാലേ റീസെറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ളൂ. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 180 കണ്ടുപിടിച്ചാൽ മതി. ഇതെന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 180 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സാധാ ഫോമിൽ തന്നെയാണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 180 എന്ന് വരും. അതായത് ഇ റൈസ് ടു മൈനസ് 180/120, അതായത് ഇ റൈസ് ടു മൈനസ് 3/2 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 0.2231 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദി ടൈം ഇൻ അവേഴ്സ് റിക്വയർഡ് ടു റിപ്പയർ എ മെഷീൻ ഈസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് പാരാമീറ്റർ ലാംഡ 1/2. അപ്പൊ ആദ്യം എന്ത് എഴുതും? എക്സ് ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ലാംഡ എന്താണ്? ലാംഡയുടെ വാല്യൂ അറിയാം, 1/2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ റിപ്പയർ ടൈം എക്സീഡ്സ് 2 hours? റിപ്പയർ ടൈം 2 hour കഴിയാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എ പാർട്ട് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? റിപ്പയർ ടൈം എക്സീഡ്സ് ദാറ്റ് ഓഫ് 2 hour എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നാണ്. അപ്പൊ എന്താണ്? നമുക്ക് ഇ റൈസ് ടു മൈനസ് ലാംഡ 2 ആണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്താണ്? ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. അതേപോലെ ഇ റൈസ് ടു മൈനസ് ലാംഡ 2 എന്ന് വരും. അപ്പൊ ഇ റൈസ് ടു മൈനസ് 2/2 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് 1 എന്നാണ് കിട്ടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ കണ്ടീഷണൽ പ്രോബിലിറ്റി ദാറ്റ്? നമുക്ക് അത് ചെയ്യാം. What is the conditional probability that the repair time takes 11 hours given that its direction exceeds 8 hours? കണ്ടുപിടിക്കേണ്ടത് കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ്. പ്രോബിലിറ്റി ഓഫ് 11 hours കവർ ചെയ്യണം. ഗിവൺ കണ്ടീഷനാണ് 8 hour കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ എന്താണ് വേണ്ടത്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ 8 എന്നാണ്. 11 hour എക്സീഡ് ചെയ്യണം. ആൾറെഡി 8 എക്സീഡ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കണ്ടീഷൻ പ്രോബിലിറ്റി ആണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ എഴുതാം. ഇത് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 11 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ 8 എന്നാണ്. അപ്പൊ എന്ത് വരും? നമ്മുടെ മെമ്മറി പ്രോപ്പർട്ടി വെച്ചിട്ട്
പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആ ഡിഫറൻസ് മതി, 11ന്റെയും 8ന്റെയും ഡിഫറൻസ് മതി, അതായത് 3 ആണ്. ഇതെങ്ങനെ എഴുതാം? e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 3 എന്ന് എഴുതാം. അതായത് e റൈസ് ടു മൈനസ് 3 ബൈ ലാംഡയുടെ വാല്യൂ എന്താണ്? ലാംഡയുടെ വാല്യൂ 1/2 അല്ലേ? അപ്പൊ e റൈസ് ടു മൈനസ് 3/2 എന്ന് കിട്ടും. അതിന്റെ ഇത് e റൈസ് ടു മൈനസ് 1.5 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് പോയിന്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്ത് പറയുന്നുണ്ട്? എക്സ്പോണൻഷ്യൽ ഇല്ല എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. PDF പറയുന്നുണ്ട്. PDF എന്താണ്? ഈ PDF നോക്കുമ്പോഴത്തേക്ക് ഇതെന്ത് പോലെയാണ്? f of x ഈക്വൽ ടു ലാംഡ e റൈസ് ടു മൈനസ് ലാംഡ എക്സ് എന്നല്ലേ? f of x ഈക്വൽ ടു ലാംഡ e റൈസ് ടു മൈനസ് ലാംഡ എക്സ് എന്നാണ്. ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ എന്താണ്? ലാംഡയുടെ വാല്യൂ 1/5 ആണ്. ലാംഡയുടെ വാല്യൂ 1/5 ആണ്. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ കണ്ടുപിടിക്കാം. എന്താണ് വേണ്ടത്? ആദ്യം പറയാം എക്സ് ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഇത് ആദ്യം എഴുതാം. ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലാംഡ നമുക്ക് 1/5 എന്ന് കിട്ടി. ഇനി എന്ത് വേണം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 5 എന്നാണ്. e റൈസ് ടു മൈനസ് ലാംഡയുടെ വാല്യൂ 1/5 ആണ്. e റൈസ് ടു മൈനസ് 5/5 എന്ന് പറയുമ്പോൾ എന്ത് വരും? e റൈസ് ടു മൈനസ് 1 എന്ന് കിട്ടും. ഇനി അടുത്തെന്ത് വേണം? മീനും വേരിയൻസും കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാം. മീൻ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താണ്? 1/λ ആണ്. ലാംഡ നമുക്ക് അറിയാം 1/5 എന്ന്. അപ്പൊ എന്ത് വരും? 1/1/5 എന്നാണ് 5 എന്ന് കിട്ടും. വേരിയൻസ് എന്താണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസിന്റെ ഫോർമുല എന്താണ്? 1/λ² ആണ്. അപ്പൊ 1/1/5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് 25 എന്ന് കിട്ടും. മീനും വേരിയൻസും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തും കൂടെ വേണം? പ്രോബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ x ലെസ് ദാൻ 6 കൂടെ വേണം. അതുകൂടെ കണ്ടുപിടിക്കാം. അതായത് പ്രോബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ x ലെസ് ദാൻ 6. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 3 to 6. ഇന്റഗ്രൽ 3 to 6 f of x dx അല്ലേ? f of x ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. f of x എന്താണ്? 3 to 6 f of x എന്താണ്? 1/5 e റൈസ് ടു മൈനസ് x/5 എന്നായിരുന്നു dx. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 1/5 കോൺസ്റ്റന്റ് ആണ് വെളിയിൽ എടുക്കാം. e റൈസ് ടു എന്താണ്? e റൈസ് ടു തന്നെ വരും. ബൈ മൈനസ് 1/5 കൂടെ വരും. ലിമിറ്റ് 3 to 6 എന്നാണ്. ഈ 5 വെട്ടിപ്പോയിട്ട് ഒരു മൈനസ് ഉണ്ട്. നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e റൈസ് ടു മൈനസ് 6/5 എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e റൈസ് ടു മൈനസ് 3/5 എന്ന് കിട്ടും. ഈ രണ്ട് വാല്യൂ കാൽക്കുലേറ്റ് കണ്ടുപിടിച്ച് എടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് ആൻസർ കിട്ടും. e റൈസ് ടു മൈനസ് 3/5 മൈനസ് e റൈസ് ടു മൈനസ് 6/5 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് കണ്ടുപിടിച്ച് നോക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പോയിന്റ് വെച്ച് ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താണ് പറയുന്നത്? ഒരു ടയറിന്റെ, ഒരു സർട്ടൺ കൈൻഡ് ഓഫ് റേഡിയൽ ടയറിന്റെ മൈലേജ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 4000 കിലോമീറ്റർ. അപ്പൊ എക്സ് എന്താണ്? ആ മൈലേജ് ആണ്. ഒരു സർട്ടൺ ടയറിന്റെ മൈലേജ് ആണ് എക്സ് എന്ന് പറയുന്നത്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഈ ലാംഡ എന്താണ്? മീൻ പറയുന്നുണ്ട്. അതായത് ഒരു സർട്ടൺ കൈൻഡ് ഓഫ് റേഡിയൽ ടയറിന്റെ മൈലേജ് എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് 4000 കിലോമീറ്റർ കിട്ടുമെന്നാണ്. അപ്പൊ മീൻ എന്താണ്? മീൻ എന്ന് പറയുന്നത് 1/λ ആണ് 4000. അപ്പൊ ലാംഡ എത്ര വരും? 4000. 1/4000 എന്ന് വരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് വൺ ഓഫ് ദീസ് ടയർ വിൽ ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് 2000 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടയർ അറ്റ്ലീസ്റ്റ് 2000 കിലോമീറ്ററിന് ഓടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. ഒരു ടയർ വെച്ചിട്ട് ഒന്നാമത് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറഞ്ഞത് 2000 എങ്കിലും. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2000 എന്നല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? അറ്റ്ലീസ്റ്റ് 2000, കുറഞ്ഞത് 2000 എങ്കിലും. അപ്പൊ 2000-നെക്കാളും കൂടണം. 2000-നെക്കാളും കൂടാനുള്ള പ്രോബിലിറ്റിയാണ് വേണ്ടത്. അറ്റ്ലീസ്റ്റ് 2000 എന്ന് പറയുമ്പോൾ എന്താണ്? കുറഞ്ഞത് 2000 എങ്കിലും. അപ്പൊ 2000-നെക്കാളും കൂടണമെന്നാണ് പ്രോബിലിറ്റി. അപ്പൊ എന്ത് വരും? ഇതെന്താണ്? e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 2000 അല്ലേ? കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് വന്നാലും പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് വന്നാലും സെയിം തന്നെയാണ്. എന്ത് വരും? e റൈസ് ടു മൈനസ് ലാംഡ എക്സ് തന്നെയാണ്. അപ്പൊ e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 2000 എന്ന് വരും.
ലാംഡയുടെ കാര്യം നമുക്കറിയാം. അപ്പൊ ഇ റൈസ് ടു മൈനസ് 2000 ബൈ 4000 എന്ന് വരും. ഇ റൈസ് ടു മൈനസ് 1/2 എന്ന് കിട്ടും. ഇ റൈസ് ടു മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് 0.5 എന്ന് കിട്ടി. അടുത്തതാണ് പറയുന്നത് അറ്റ്മോസ്റ്റ് 3000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം 3000 കിലോമീറ്റർ വരെ ഓടണം. അതിനുള്ള പ്രോബിലിറ്റിയാണ് ആ ടയറിന്റെ മൈലേജ് എന്ന് പറയുന്നത്. മാക്സിമം ഒരു 3000 വരെ പോകാം. അറ്റ്മോസ്റ്റ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3000, മാക്സിമം 3000 വരെ. അപ്പൊ 3000 കുറഞ്ഞിരിക്കണമെന്നല്ലേ? മാക്സിമം 3000 വരെ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 3000 ആണ്. നമുക്ക് തിരിച്ചെഴുതാം. എന്താണ്? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3000 അല്ലേ? ഇങ്ങനെ എഴുതിയാൽ നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് അതിന് പകരം ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 3000 എന്ന് എഴുതാം. അതായത് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 3000 ബൈ എത്രയാണ്? ലാംഡ എന്ന് പറഞ്ഞാൽ 4000 ആണ്. ബൈ 4000. അപ്പൊ എന്ത് വരും? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 3/4 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ മാറി നോക്കുമ്പോഴത്തേക്ക് 0.5270 എന്ന് കിട്ടി. അപ്പൊ അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ.